ചികിത്സയ്ക്കാണ് നമ്മൾ ക്ലെയിം കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ അഡ്മിറ്റായി നമുക്കൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നത്. ഇത്തരം ക്ലെയിമുകൾ കിട്ടുന്ന പോളിസികൾ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 24 മണിക്കൂർ അഡ്മിഷൻ നിർബന്ധമാണ് എന്ന് പറയുന്ന പോളിസികളെ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ എടുക്കുന്ന പോളിസിയിൽ ഇത്തരം ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാനായിട്ട്. സാറേ, ഈ അഡ്മിഷൻ ഇല്ലാതെ നമുക്ക് ക്ലെയിം കിട്ടുമോ? സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് തിരിച്ച് വീട്ടിൽ വരികയാണെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ക്ലെയിം കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? ഇപ്പോൾ നിരന്തരമായ മാറ്റങ്ങൾ ഈ പോളിസികളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിൽ. അപ്പോൾ ഇപ്പോൾ ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഒരു ദിവസം അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. രാവിലെ അഡ്മിറ്റായി വൈകുന്നേരം നമുക്ക് പോരാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരു ചികിത്സയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സയ്ക്കാണ് നമ്മൾ ക്ലെയിം കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ അഡ്മിറ്റായി നമുക്കൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ ലാപ്രോസ്കോപ്പി പോലത്തെ അല്ലെങ്കിൽ ചെറിയ ചെറിയ സർജറികളൊക്കെ ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അഡ്മിഷൻ കഴിഞ്ഞ് പോരാൻ സാധിക്കും. അതിനൊക്കെ ഇന്ന് ക്ലെയിം കിട്ടുന്നുണ്ട്, ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറയും. അപ്പോൾ അത്തരം ക്ലെയിമുകൾ കിട്ടുന്ന പോളിസികൾ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 24 മണിക്കൂർ അഡ്മിഷൻ നിർബന്ധമാണ് എന്ന് പറയുന്ന പോളിസികളെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതിനാവശ്യമില്ല. പിന്നെ ചില പോളിസികളിൽ OP കവർ ചെയ്യുന്ന പോളിസികളും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കണ്ടു, ഡോക്ടർ മരുന്നിന് എഴുതി, അപ്പോൾ ആ മരുന്ന് വാങ്ങുന്നതിന് ബില്ല് കിട്ടുന്ന അതിന് ചിലപ്പോൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ OP കവർ ചെയ്യുന്ന പോളിസികൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പോളിസിയിൽ ഇത്തരം ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാനാണ്. അത്രയും. ഓക്കെ.